ചിറകുകൾ വിരിച്ച് ആകാശത്ത് പറക്കുന്ന വലിയ വാലുകൊണ്ട് ചുറ്റുന്ന ചില കഥകളിൽ തീ തുപ്പുന്നതും മറ്റു ചിലതിൽ മഴ കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു അത്ഭുത ജീവി. ഇതൊരു സിനിമയിലെ കഥാപാത്രമല്ല, ലോകത്തിന്റെ വിവിധ വിഭാഗങ്ങളിലെ നൂറുകണക്കിന് വർഷം പഴക്കമുള്ള കഥകളിലെ നായകൻ തന്നെയാണ്. കൂടാതെ പരസ്പരം ഒരു രീതിയിലും ബന്ധമില്ലാത്ത സംസ്കാരങ്ങളിൽ പോലും ഡ്രാഗന്റെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇന്നും ഒരു ചോദ്യം നിലനിൽക്കുന്നത്: ഈ കഥകൾ വെറും കൽപ്പനകൾ മാത്രമാണോ, അതോ ഭൂമിയിൽ ഇങ്ങനെ ഒരു ജീവി മുൻപ് ജീവിച്ചിരുന്നിട്ടുണ്ടോ? സോ ഇന്ന് ക്രേസിപീഡിയ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഡ്രാഗൺസ് എന്ന ജീവികളുടെ അടുത്തേക്കാണ്. സത്യത്തിൽ ഡ്രാഗൺസ് വെറും കെട്ടുകഥകളാണോ? ഇവർ ഭൂമിയിൽ ജീവിച്ചിരുന്നുണ്ടോ? നമുക്ക് വിശദമായി പരിശോധിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഡ്രാഗൺ കഥകൾ ചൈന മുതൽ യൂറോപ്പ് വരെയും ആഫ്രിക്ക മുതൽ മധ്യ അമേരിക്ക വരെയും എത്തുന്നു. ചൈനയിൽ ഡ്രാഗൺ മഴയും വിളവും നൽകുന്ന ദൈവിക ജീവിയായി കണക്കാക്കുന്നു. ഇത് അധികാരത്തിന്റെയും ഭാഗ്യത്തിന്റെയും ചിഹ്നമായിരുന്നു. ചൈനീസ് കലകളിലും ക്ഷേത്രങ്ങളിലുമെല്ലാം വളഞ്ഞ ശരീരം, മീന് പോലെയുള്ള തോലുകൾ, പാമ്പ് പോലെയുള്ള മുഖം, ഇവയെല്ലാം വ്യക്തമായ രൂപത്തിൽ വരച്ചു വെച്ചിട്ടുണ്ട്. യൂറോപ്യൻ കഥകളിൽ ഡ്രാഗൺ ഗ്രാമങ്ങളെ ആക്രമിക്കുന്ന, തീ കൊണ്ട് വീടുകൾ നശിപ്പിക്കുന്ന, ധീരന്മാർ മാത്രം കൊല്ലേണ്ട ഒരു ജീവിയായി ചിത്രീകരിക്കപ്പെട്ടു. പഴയകാല മനുഷ്യർക്ക് ഡൈനോസറുകളെ കുറിച്ചോ മറ്റു പ്രാചീന ജീവികളെ കുറിച്ചോ ഒന്നും തന്നെ അറിയില്ലായിരുന്നു. പക്ഷേ അവർ പലപ്പോഴും മണ്ണിൽ നിന്നും വൻ അസ്ഥികൂടങ്ങൾ കണ്ടെത്തിയിരുന്നു. ചൈനയിൽ ഡൈനോസർ ഫോസിലുകളെ ഡ്രാഗൺ ബോൺസ് അഥവാ ലൂങ് എന്ന് വിളിച്ചു തുടങ്ങുകയാണ്. യൂറോപ്പിൽ വൻ മൃഗങ്ങളുടെ അസ്ഥികൾ കണ്ടപ്പോൾ അത് ഡ്രാഗൺ ആണെന്ന് കരുതി കഥകളിൽ ചേർത്ത് തുടങ്ങി. കൊമോഡോ ഡ്രാഗൺ 3 മീറ്റർ വരെ നീളമുള്ളതും വിഷമുള്ളതുമായിട്ടുള്ള വലിയ വാലും മൂർച്ചയുള്ള പല്ലുകളുമുള്ള ഒരു പഴയകാലത്ത് ഇത് കണ്ട യാത്രികർ ഭയപ്പെട്ടിരുന്നു. ഒപ്പം കഥകളിൽ ഇതിന്റെ വലിപ്പവും ഭീകരതയും ഇരട്ടിയാക്കി പറഞ്ഞു. മുതലകളും വലിയ പാമ്പുകളും പല സംസ്കാരങ്ങളിലും ഡ്രാഗൺ രൂപത്തിന് പ്രചോദനമായി മാറി. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, ലാവ ഒഴുകുന്ന കാഴ്ച, പൊട്ടിത്തെറിക്കുന്ന ശബ്ദം, ഇവയെ കണ്ടവർക്ക് തീ തുപ്പുന്ന ജീവി എന്നൊരാശയം സ്വാഭാവികമായി മനസ്സിൽ വരും. ചിലർ വിശ്വസിക്കുന്നു പഴയകാലത്ത് അഗ്നിപർവ്വതങ്ങൾക്കടുത്ത് താമസിച്ചവർ ഈ കാഴ്ചകൾ കഥകളിലൂടെ ഡ്രാഗൺ രൂപത്തിലാക്കിയെന്ന്. ഈ കഥകൾ കൂടുതൽ ആളുകളിലേക്ക് എങ്ങനെയായിരിക്കും പകർന്നിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം അതെങ്ങനെയാണെന്ന്. ഒന്നാമത്തേത് അജ്ഞാനത്തിന്റെ പേടിയാണ്, അതായത് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഭീകര രൂപത്തിൽ കാണുക എന്നത്. രണ്ടാമത്തേത് അപകടങ്ങളിൽ നിന്നും ചെറിയ കുട്ടികളെ ഭയപ്പെടുത്തുന്ന കഥകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുക എന്നത്. മൂന്നാമത്തേത് വായ്മൊഴി പ്രചാരമാണ്. തലമുറകൾ മാറുമ്പോൾ കഥകൾ വളർന്ന് വലിയ രീതിയിൽ തന്നെ ആളുകളിലേക്ക് എത്തുകയാണ്. ഡ്രാഗണുകളെ പോലെ പറക്കുന്നതും തീ തുപ്പുന്നതുമായിട്ടുള്ള ഒരു ജീവി ഇന്നേ വരെ ഉണ്ട് എന്ന് ശാസ്ത്രീയമായി ഒരു തെളിവുകളും നമുക്ക് ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. പക്ഷേ വലിയ പാമ്പുകൾ, മുതലകൾ, ഡൈനോസറുകളുടെ ഫോസിൽ, അഗ്നിപർവ്വതങ്ങൾ, വൻ പക്ഷികൾ, ഇവയെല്ലാം കഥകളുടെ അടിത്തറയായി. പുരാതന യാത്രികർ വളരെ ദൂര പ്രദേശങ്ങളിൽ നിന്ന് കണ്ട ജീവികളെ വലിയ ഭീകര രൂപത്തിൽ വിവരിച്ചു. കടൽ യാത്രയിൽ കണ്ട വലിയ പാമ്പോ മുതലയോ ആയിരിക്കും നാട്ടിലെത്തിയപ്പോൾ ഡ്രാഗണായി മാറിയത്. വളരെ പണ്ടുള്ള ചില പുരാവസ്തു ഗവേഷകർ വലിയ അസ്ഥികൂടങ്ങൾ കണ്ടപ്പോൾ അതിനെ ഡ്രാഗൺ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഡൈനോസറുകളെ കുറിച്ചുള്ള അറിവ് അവർക്കില്ലായിരുന്നു. ഡ്രാഗൺസ് യാഥാർത്ഥ്യത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും നമ്മുടെ ഈ ലോകത്തിന് സംഭവിച്ചിട്ടുണ്ടാവുക? എങ്കിൽ നമുക്ക് നോക്കാം അതെന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ പോയിന്റ് എന്നത് ഗതാഗതമാണ്. ഡ്രാഗണുകളിൽ പറക്കുന്ന രാജാക്കന്മാരെയും യാത്രക്കാരന്മാരെയും നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. രണ്ടാമത്തേത് യുദ്ധമാണ്. ഡ്രാഗൺ സൈന്യങ്ങൾ യുദ്ധത്തിൽ വലിയൊരു പങ്ക് വഹിക്കാൻ സാധിച്ചേനെ. ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസ് കണ്ടവർക്ക് ഇത് പെട്ടെന്ന് മനസ്സിലാകും. മൂന്നാമത്തേത് വാണിജ്യമാണ്, അതായത് ഡ്രാഗണെ വളർത്തൽ, ഡ്രാഗന്റെ വിൽപ്പന എന്നിങ്ങനെയുള്ളത്. നാലാമത്തേത് സംസ്കാരവും. പല രാജ്യത്തും ആഘോഷങ്ങളിൽ ഡ്രാഗണുകൾ ഒരു മുഖ്യ ആകർഷണമായി മാറും. പക്ഷേ മനുഷ്യർക്കും പ്രകൃതിക്കും ഒരു വലിയ ഭീഷണി തന്നെയായിരിക്കും ഇവൻ. നാം ഇവരെ പുസ്തകങ്ങളിലും സിനിമകളിലും കളിപ്പാട്ടങ്ങളിലും കാണുമ്പോൾ അത് നമ്മുടെ ബാല്യകാല അത്ഭുതവും കൗതുകവും ജീവിപ്പിക്കുന്ന ഒന്നാണ്. ഡ്രാഗണുകൾ ഉണ്ടായിരുന്നോ ഇല്ലയോ, പക്ഷേ അവരുടെ കഥകൾ ഒരിക്കലും ഇല്ലാതാവുകയില്ല. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.